മല നിറച്ച് നിലത്തേക്ക് വീണവൾക്ക് ഇരുവശവുമായി കൈകുത്തി നിന്നുകൊണ്ട് റയാൻ അവളുടെ വായ പൊത്തിപ്പിടിച്ചു. എന്തിനാടി ഇങ്ങനെ കിടന്നലറുന്നത്? വേദനിച്ചോ നിനക്ക്? വായിലെ കൈ മാറ്റാതെ ചോദിക്കുന്നവന്റെ കണ്ണിലേക്ക് നോക്കിക്കിടക്കുമ്പോൾ ആമിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നടുവിനേറ്റ അതികഠിനമായ വേദനയാലെന്ന പോലെ അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് മുതൽ ഈ കുടുംബത്തിലുള്ള ഓരോരുത്തരും ഹൃദയത്തിൽ പേറുന്ന വേദനയുടെ മുന്നിൽ ഇതൊന്നും ഒന്നുമല്ലടി. അതുകൊണ്ട് ഒരുപാട് പൊങ്ങിണിരൊന്നും പൊഴിക്കാൻ നിൽക്കണ്ട നീ. എന്തിനാച്ചാ എന്നെ എങ്ങനെ വേദനിപ്പിക്കുന്നത്? ഇതിനാണോ മിന്നിന്റെ പേരും പറഞ്ഞെന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? എങ്ങനെയൊക്കെയോ അവന്റെ കൈ പിടിച്ചു മാറ്റിയതും ചോദിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ആമയ്ക്ക്. അവളുടെ ശരീരവും മനസ്സും അത്രമേൽ നൊമ്പരപ്പെട്ടു പോയിരുന്നു ആ നിമിഷം. അതേടി, അതിന് തന്നെയാ കളരിക്കൽ റയാൻ പോളിന്റെ ഭാര്യാവേഷവും തന്ന് നിന്നെ ഞാനിവിടെ പിടിച്ചു നിർത്തിയത്. എന്തിന്? ജീവിതത്തിൽ ആദ്യമായി കാണുന്ന എന്നെപ്പോലൊരു പെണ്ണിനോട് ഇത്രയേറെ പക തോന്നാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? ഞാൻ ആവശ്യപ്പെട്ടിട്ടാണോ നിങ്ങൾ ഈ താലി എൻ്റെ കഴുത്തിൽ കെട്ടിയത്? എടി റയാൻ! അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് മുഴുത്തൊരു തെറിയുടെ അകമ്പടിയോടെ അവൻ എന്തോ പറയാൻ തുടങ്ങിയതും പുറത്തുനിന്നും പോളിന്റെ വിളിയൊച്ച കേട്ടതും ഒരുമിച്ചായിരുന്നു. ഛേ, എണീറ്റ് പോടി ശാവുമേ! വാതിലിലേക്കും തന്റെ അടിയിൽ കിടക്കുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് മാറി മാറി നോക്കിയിട്ട് ദേഷ്യം കടിച്ചമർത്തി മുരണ്ടുകൊണ്ട് അവൻ എണീറ്റു മാറി. എന്താടാടി? ആമി അകത്തുണ്ടായിരുന്നത് കൊണ്ട് തന്നെ പോളിനെ അകത്തേക്ക് കയറ്റാതെ പുറത്തേക്ക് കാത്തു നിൽക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്ന് റയാൻ ചോദിച്ചു. ഇനി എന്താ നിന്റെ പ്ലാൻ? ഡാഡി എന്താ ഉദ്ദേശിച്ചത്? നീ മിന്നു കെട്ടിയ പെങ്കൊച്ചിന്റെ കാര്യം തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. മീഡിയക്കാരുടെ മുന്നിൽ വെച്ച അവൾ നിന്റെ ഭാര്യയാണെന്ന് നീ വിളിച്ചു പറഞ്ഞതും അവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയതും. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞെന്ന് വെച്ചാണോ നീ ഇരിക്കുന്നേ? നിങ്ങളുടെ ബന്ധത്തിന് ലീഗൽ സപ്പോർട്ട് വേണ്ടേ? മകന്റെ മുഖത്തേക്ക് നോക്കി നിന്നുകൊണ്ട് അത് ചോദിക്കുമ്പോൾ പോളിന്റെ മുഖം തീർത്തും ഗൗരവത്തിൽ തന്നെയായിരുന്നു. വേണം ഡാഡി, ഇന്ന് തന്നെ അവളെയും കൂട്ടിച്ചുകൊണ്ട് മാരേജ് രജിസ്ട്രേഷനുള്ള ഫോർമാലിറ്റീസ് ചെയ്യാനാ എന്റെയും പ്ലാൻ. ഞാൻ വേറൊരു കാര്യം കൂടി നിന്നോട് സംസാരിക്കാനാ ഇങ്ങോട്ട് വന്നത്. എന്താ ഡാഡി? അത് റീജോയോട് ഹോസ്റ്റലിലേക്ക് മാറാൻ പറഞ്ഞാലോ? പോൾ ചോദിച്ചത് കേട്ട് റയാൻ ഒന്ന് പുഞ്ചിരിച്ചു. അതൊന്നും വേണ്ട ഡാഡി. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ എൻ്റെ ജീവിതം. അതുകൊണ്ട് തൽക്കാലം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. സ്വയം പുച്ഛിക്കും പോലൊരു ചിരിയോടെയായിരുന്നു അവന്റെ പറച്ചിൽ. നീ വിഷമിക്കണ്ടടാ, ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഇന്നലെ എന്തായിരുന്നുവെന്ന് നമ്മളെ നോക്കണ്ട. ഇന്നു മുതൽ എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാൽ മതി. അവള് നല്ല കുട്ടിയാ. മകന്റെ തോളിൽ പതിയെ തട്ടിക്കൊണ്ട് ആശ്വാസരൂപേണ അദ്ദേഹം പറഞ്ഞു. റയാനും അപ്പോഴൊന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. എന്നാ പിന്നെ ഇന്ന് തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ശരി ഡാഡി. എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ അവൻ പറഞ്ഞു. ഓഹ് ഡാമിറ്റ്! ഒരു ചുവരിനപ്പുറം അവളുടെ സംസാരമൊക്കെ കേട്ട് മറഞ്ഞു നിൽക്കുകയായിരുന്ന റീജോ ദേഷ്യത്തിൽ സ്വന്തം നെറ്റിക്കടിച്ചുകൊണ്ട് പിറുപിറുത്തു. മുറ്റത്തൊരു ഓട്ടോ വന്നു നിന്ന ഒച്ച കേട്ടുകൊണ്ടായിരുന്നു നന്ദകുമാറും പൂർണിമയും പുറത്തേക്ക് വന്നത്. ആരാ നന്ദേട്ടാ? കരഞ്ഞു വിളറിയ മുഖം അമർത്തി തുടച്ചുകൊണ്ട് പൂർണിമ ചോദിച്ചു. നിന്റെ ചേട്ടനും ചേട്ടത്തിയുമാ. ഈ വരവ് ഞാൻ ഇന്നലെ പ്രതീക്ഷിച്ചതാ. ഓട്ടോയിൽ നിന്നിറങ്ങുന്ന ആളെ നോക്കി നിന്നുകൊണ്ട് തന്നെ നന്ദൻ പറഞ്ഞു. എന്തൊക്കെയാ പൂർണിമയെ ഈ കേൾക്കുന്നേ? ആമി എവിടെ? ഉമ്മറത്തേക്ക് വന്നു കയറിയ പാടെ പൂർണിമയുടെ സഹോദരന്റെ ഭാര്യയായ സുനില ചോദിച്ചു. എന്ത് പറയാനാ ചേച്ചി? എന്തൊക്കെയോ സംഭവിച്ചു എന്നല്ലാതെ ഞങ്ങൾക്കിപ്പോഴും ഒന്നും മനസ്സിലാകുന്നില്ല. അവളെ കൂട്ടിക്കൊണ്ടു പോരാൻ ചെന്നപ്പോൾ അവളുടെ കഴുത്തിൽ ആ നസ്രാണി ചെക്കൻ താലി കെട്ടിയെന്നൊക്കെയാ പറയുന്നത്. ഓഹോ, അപ്പോ അത് കണ്ടപ്പോഴേക്കും നിങ്ങളവിടെ അവളെ നിർത്തിയേച്ച് പോന്നോ? പറഞ്ഞിട്ട് കാര്യമില്ല. പൂത്ത പണമുണ്ടല്ലോ. പിന്നെ നസ്രാണി ആയാലെന്ത്, വേറെ വല്ലതും ആയാലെന്ത്? ഓട്ടോക്കൂലി കൊടുത്തിട്ട് അങ്ങോട്ട് വന്ന അനിലിന്റെ വാക്കുകളിൽ പുച്ഛം നിറഞ്ഞിരുന്നു. ദൈവദോഷം പറയരുതേട്ടാ. അവർക്ക് പണമുണ്ടെങ്കിൽ അവർക്ക് കൊള്ളാം. അത് കണ്ട് ഞങ്ങളുടെ കണ്ണൊന്നും മഞ്ഞളിച്ചിട്ടില്ല. പിന്നെന്താടി അവളുടെ കഴുത്തിൽ കിടന്ന ആ ചരട് പൊട്ടിച്ചെറിഞ്ഞിട്ട് നിങ്ങൾ അവളെ കൂട്ടിക്കൊണ്ടു വരാഞ്ഞത്? അത് ആമി ഇപ്പോൾ അവന്റെ ഭാര്യയാണ്. അതുകൊണ്ട് അവളെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന ചെറുക്കം തറുതട്ടിൽ നിന്ന് പറഞ്ഞൊപ്പിക്കുന്നേ. അതിന് എൻ്റെ മോള് സപ്പോർട്ട് നിന്നാൽ പിന്നെ ആർക്കെന്ത് ചെയ്യാൻ പറ്റും അളിയ? നിരാശയോ വേദനയോ ഒക്കെ കലർന്ന സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് നന്ദൻ ഉമ്മറത്തെ തിണ്ണയിലേക്ക് കയറിയിരുന്നു. ചെയ്യാനൊക്കെ പറ്റും. ഈ നാട്ടിൽ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ. അവളെ എല്ലാം കൂടി ഭീഷണിപ്പെടുത്തി വച്ചേക്കുമായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. പെൺകൊച്ചിനെ കണ്ടപ്പോൾ കളരിക്കലെ കൊച്ചു തമ്പുരാന് വല്ല പൂതിയും തോന്നിക്കാണും. അവൻ 2 പഞ്ചാര വർത്താനം പറഞ്ഞപ്പോൾ നിന്റെ മോളതിൽ മൂക്കും കുത്തി വീഴുകയും ചെയ്തു കാണും. എന്നിട്ടൊടുവിൽ പിടി വീണപ്പോൾ വേറെ വഴിയില്ലാതെ ഒരു ചരട് പെണ്ണിന്റെ കഴുത്തിൽ കെട്ടിയെന്നല്ലാതെ കളരിക്കലെ ചെറുക്കനി അഷ്ടിക്ക് ഗതിയില്ലാത്ത കുടുംബത്തിലെ പെണ്ണിനോട് ദിവ്യപ്രേമം തോന്നിയെന്നും അപ്പോഴേക്കും അവര് കുടുംബക്കാരൊന്നായിട്ട് അവളെ അങ്ങോട്ട് കെട്ടിയെടുത്തെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. സ്വന്തം സഹോദരന്റെ നാവിൽ നിന്ന് ജന്മം കൊടുത്ത മകളെക്കുറിച്ച് വന്ന വാക്കുകൾ കേൾക്കെ പൂർണിമയ്ക്ക് ചങ്ക് പൊട്ടിപ്പോയിരുന്നു. പക്ഷേ തങ്ങളുടെ മകൾ കാരണമാണ് തങ്ങൾക്കിതൊക്കെ കേൾക്കേണ്ടി വന്നതെന്ന ചിന്തയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർ ചുണ്ടുകൾ
കടിച്ചു പിടിച്ച് കരച്ചിലടക്കി നിന്നതേയുള്ളൂ. ഇതൊക്കെ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടെന്നും പറഞ്ഞ് അപ്പനും അമ്മച്ചിയും കൂടി അങ്ങനെ പെരയ്ക്കകത്ത് കയറിയിരുന്നാൽ 4 ദിവസം കഴിയുമ്പോൾ മോള് വല്ല ഗ്യാസ് പൊട്ടിത്തെറിച്ച് ചത്തെന്നോ തൂങ്ങിച്ചത്തെന്നോ ഒക്കെ കേൾക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അനിലേട്ടാ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല പൂർണിമേ. ഇപ്പോൾ കാലം അങ്ങനത്തേതാ. അതുകൊണ്ട് വച്ചു വൈപ്പിക്കാതെ ഇപ്പോൾ തന്നെ വേണ്ടത് ചെയ്താൽ പെണ്ണിനെ ജീവനോടെങ്കിലും കിട്ടും. എന്തോ വലിയ കാര്യം കണ്ടുപിടിച്ച മട്ടിൽ അനിൽ നെഞ്ചും വിരിച്ചിരുന്നു പറഞ്ഞു. ഞങ്ങളിപ്പോൾ എന്ത് വേണമെന്ന് അളിയൻ പറയുന്നേ? സഖി കെട്ടുന്ന മട്ടിൽ നന്ദകുമാർ ചോദിച്ചു. അതിനി നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പോലീസ് സ്റ്റേഷനിൽ ചെന്നത് പരാതി കൊടുക്കാം. ഇത് വെള്ളരിക്ക പട്ടണമൊന്നുമല്ല. ചുമ്മാ ഒരു പെണ്ണിനെ ഒരു വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനൊന്നും പറ്റില്ല. ഭാര്യയും ഭർത്താവും കളിയൊക്കെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അവർ പൊളിച്ചടുക്കി തരും. പെണ്ണിനെയും തിരിച്ചു കിട്ടും. അനിൽ പറഞ്ഞത് കേട്ട് നന്ദനും പൂർണിമയും വേദനയോടെ പരസ്പരം നോക്കിയതേയുള്ളൂ. എന്തായടാ? ഫോണിലൂടെ വന്ന ചോദ്യം റീജോയുടെ രക്തം തിളപ്പിക്കുന്നതായിരുന്നു. എന്താവാൻ? ഏത് നേരത്താണോ നിന്റെയൊക്കെ പൊക്കിയടി കേട്ടോണ്ട് ഈ തൊല്ലയ്ക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? നീ കാര്യം പറയടാ കോപ്പേ. ഇനി എന്തോന്ന് കാര്യമാടാ അറിയേണ്ടത്? അവളിപ്പോൾ കളരിക്കലെ റയാൻ പോളിന്റെ ഭാര്യയാ, എൻ്റെ ചേട്ടത്തി. വാട്ട്? മറുവശത്തിരുന്നവന്റെ ഞെട്ടൽ സ്വരത്തിൽ പോലും പ്രകടമായിരുന്നു. അതേടാ, അവിടെ വെച്ച് ഇച്ചാന അവളുടെ കഴുത്തിൽ മിന്നുകെട്ടി. തലേ ദിവസത്തെ സംഭവങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ വല്ലാത്തൊരു നിരാശയായിരുന്നു റീജോയുടെ സ്വരത്തിൽ നിറയെ. അത് മറുവശത്തിരുന്നവനും വ്യക്തമായി മനസ്സിലായിരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യുമടാ? ഒന്നും ചെയ്യാനില്ല. ആത്മിക നന്ദകുമാർ അധിക നാളൊന്നും എൻ്റെ ഇച്ചായൻ്റെ മിന്നും കഴുത്തിലിട്ടുകൊണ്ട് ഈ തറവാട്ടിൽ കാണത്തില്ലടാ. അന്നേരത്തെ അവസ്ഥയിൽ തറവാടിൻ്റെ മാനം കാക്കാൻ അവളുടെ കഴുത്തിലൊരു മിന്നു കെട്ടിയെങ്കിലും ഇച്ചായൻ അവളെ മനസ്സുകൊണ്ട് അംഗീകരിക്കാനൊന്നും പോണില്ല. അതും പോരാഞ്ഞിട്ട് അവളിവിടെ എത്തിയതിൽ അവൾക്കൊരു മനസ്സവുമില്ലെന്ന കാര്യം ഇച്ചായന് അറിയില്ല. അവൾ ഇനി അതൊട്ട് പറഞ്ഞാൽ തന്നെ വിശ്വസിക്കുമെന്നും തോന്നുന്നില്ല. അതുകൊണ്ട് ഈ കോളിളക്കമൊക്കെ കഴിഞ്ഞാൽ ഇച്ചായൻ തന്നെ അവളെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ? കൗശലക്കാരനൊരു കുറുക്കനെ പോലെ പറഞ്ഞുകൊണ്ട് അവൻ ഗൂഢമായി ചിരിച്ചു. രാവിലെ എല്ലാവരും ചേർന്നിരുന്ന് കാപ്പി കുടിച്ചുകൊണ്ടിരുന്ന നേരത്തായിരുന്നു ആമി താഴേക്ക് വന്നത്. ആഹാ, താനിതുവരെ റൂമിൽ കയറിയിരുന്ന് എന്നാ എടുക്കുമായിരുന്നു? വാ, വന്നിരുന്ന് കാപ്പി കുടിക്ക്. പതിയെ സ്റ്റെപ്പിറങ്ങി വരുന്നവളെ കണ്ടതും റോബിൻ പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പോഴായിരുന്നു മറ്റുള്ളവരും അവളെ കണ്ടത്. ആ, ഞാൻ കൊച്ചിൻ്റെ കാര്യമങ്ങ് മറന്നുപോയി. അല്ലേ തന്നെ ഇവിടെ ആരും വന്ന് ക്ഷണിക്കത്തൊന്നുമില്ല. ആവശ്യമുള്ളപ്പോൾ വന്ന് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തോണം. ഇനി ഇവിടെ ഉള്ളത് ഇഷ്ടപ്പെടില്ലേ? ഇഷ്ടമുള്ളത് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിച്ചോണം. റൂബിയുടെ പറച്ചിൽ കേട്ട് ആമി ഒന്ന് പുഞ്ചിരിച്ചു. അതിൽ ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിൽ പോലും റീജോയ്ക്ക് ആകെ പെരുത്തു കയറുന്നുണ്ടായിരുന്നു. ഒരിക്കലും അവളെ അംഗീകരിക്കില്ലെന്ന് കരുതിയ മമ്മി പോലും അവളെ അംഗീകരിച്ച മട്ടാണല്ലോ എന്ന തോന്നലായിരുന്നു അതിന് പിന്നിൽ. അതിലെല്ലാം ഉപരി റയാൻ അണിയിച്ച മിന്നും സിന്ദൂരവും അണിഞ്ഞു നിൽക്കുന്ന അവളെ കാണുന്ന നേരത്തൊക്കെ അവന് സ്വയം നഷ്ടപ്പെടുന്ന പോലെയായിരുന്നു തോന്നിയത്. അവളെ ആദ്യം കണ്ടതു മുതൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തൻ്റെ ബെഡിൽ തൻ്റെ വിയർപ്പിൽ കുതിർന്നു കിടക്കുന്ന അവളുടെ മുഖമായിരുന്നു അവൻ്റെ ചിന്തകൾ നിറച്ചും. പക്ഷേ ഇപ്പോൾ അവൾ ഇച്ചായൻ്റെ പെണ്ണായി ഈ തറവാട്ടിൽ. ആലോചിച്ചതും റീജോയുടെ കയ്യിൽ നിന്ന് ഇഡലി ഞെരിഞ്ഞുടഞ്ഞു. ആരും ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലും കാണേണ്ട കണ്ണുകൾ അതെല്ലാം വ്യക്തമായി ഒപ്പിയെടുത്തിരുന്നു. ആമി പക്ഷേ ഇതൊന്നും അറിയാതെ റയാന്റെ അരിയിൽ കിടന്ന കസേരയിലേക്ക് വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരുന്നു. ആഹാ ഇച്ചായ, ഞങ്ങളൊന്ന് പുറത്തു പോകും. ഈ കൊച്ചിന് മാറ്റി കൊടുക്കാനൊക്കെ വല്ലതും വേണ്ടേ? രാവിലെ കുളി കഴിഞ്ഞപ്പോൾ റോണയുടെ ഡ്രസ്സാ എടുത്തു കൊടുത്തത്. എന്നേലുമൊക്കെ വാങ്ങണം. റൂബി പറഞ്ഞതും റയാന്റെ കണ്ണുകൾ അവളിലേക്കൊന്ന് പാളി വീണു. ശരിയാണ്, റോണയുടെ ഡ്രസ്സാണ് അവൾ ധരിച്ചേക്കുന്നത്. അവളുടെ അത്ര വണ്ണം തോന്നിക്കുമെങ്കിലും ആ ചുരിദാർ അവൾക്കപ്പം ലൂസാണ്. അതിന് നീ പോകുമെന്നും വേണ്ടടിയേ. റയാനും കൊച്ചും കൂടി പോയി വാങ്ങിച്ചോളും. അവരെന്നാലും പുറത്തു പോകുന്നുണ്ടല്ലോ. കഴിക്കുന്നതിനിടയിൽ തന്നെ പോൾ പറഞ്ഞതും അതിനവരവിടെ പോകുന്നു എന്ന മട്ടിൽ റൂബിയുടെ കണ്ണുകൾ റയാന്റെ നേർക്ക് ചെന്നു. ഏകദേശം ആമിയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. നീ എന്താ റൂബി ഇങ്ങനെ വായും പൊളിച്ചു നിൽക്കുന്നേ? ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചുമ്മാ ഒരു മിന്നു കെട്ടിയതല്ലയോ ഇവരുടെ ബന്ധം? പക്ഷേ ഇനിയും അത് മതിയോ? ലീഗലി രജിസ്റ്റർ ചെയ്യേണ്ടായോ? പോൾ പറഞ്ഞത് കേട്ടതും ഭക്ഷണം നെറുകിൽ കയറിയ മട്ടിൽ റീജോ ഉച്ചത്തിൽ ചുമച്ചു തുടങ്ങിയിരുന്നു. എന്നാടാ? മുഖം ചുളിച്ചുകൊണ്ട് പോൾ ചോദിച്ചതും റീജോയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയിരുന്നു. ഒന്നുമില്ല ഡാഡി, നെറുകിൽ കയറിയതാ. എല്ലാവരെയും ഒന്ന് പാളി നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും റൂബി പല്ല് കടിച്ചു. ആ, നിന്റെ നെറുകയിൽ കയറിയില്ലേലേ അത്ഭുതമുള്ളൂ. തലമണ്ട നിറയെ പിറപ്പുകേടല്ലേ? ഇരുന്ന് പെരുകാതെ മതിയെങ്കിൽ എണീച്ചു പോടാ. പോൾ ഉച്ച ഉയർത്തിയതും ആമി പകപ്പോടെ അയാളെയും റീജോയെയും മാറി മാറി നോക്കി. പെടുന്നതിനായിരുന്നു റയാൻ കാല് നീട്ടി അവളുടെ പാദത്തെ ചവിട്ടി ഞെരിച്ചത്. ആമിയൊരു ഞെട്ടലോടെ അവനെ നോക്കിയതും റയാൻ മുഖം അവൾക്കരികിലേക്ക് കൊണ്ടുവന്നു. ഭർത്താവ് അടുത്തിരിക്കുന്നെന്ന ബോധം വേണ്ട. കഴുത്തിൽ കിടക്കുന്ന ആ മിന്നിനെങ്കിലും ഒരു വില കൊടുക്കടി. തനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് അവൻ്റെ നാവിൽ നിന്ന് തീക്കാറ്റുപോലെ വന്ന വാക്കുകൾ കേട്ടതും തന്നെ ഏതോ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞതുപോലെയായിരുന്നു ആമിക്ക് തോന്നിയത്.
ഹൃദയം പൊള്ളിയടരും പോലെ തോന്നിയതും അവനിലേക്ക് നോക്കി അവളുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ ചാലിട്ടൊഴുകി. എന്താടി, കാമുകനെ പറഞ്ഞപ്പോൾ കാമുകിക്ക് നൊന്തുപോയോ? അതാണോ ഇങ്ങനെ ഇരുന്ന് പൂങ്കണ്ണീരൊഴിക്കുന്നത്? ഇച്ചായ, ഞാൻ ചി വായടക്കടി. ഇനിയും ന്യായീകരിക്കാൻ നിന്നാൽ ഈ റയാൻ പോളിന്റെ മറ്റൊരു മുഖമായിരിക്കും നീ ഇനി കാണാൻ പോകുന്നത്. കസേര പിന്നിലേക്ക് തള്ളി റീജോ എണീറ്റുപോയ ശബ്ദം കേട്ടപ്പോഴായിരുന്നു അവിടെ നടക്കുന്നതെന്നും അറിയാത്ത മട്ടിൽ ഇരിക്കുകയായിരുന്ന റയാനും ആമിയും ഞെട്ടി പരസ്പരം അകന്നത്. മറ്റുള്ളവരുടെ നോട്ടം തന്നിലേക്ക് എത്തും മുന്നേ തന്നെ ആമി തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് മുന്നിലിരിക്കുന്ന പ്ലേറ്റിലേക്ക് മുഖം കുനിച്ചു കളഞ്ഞു. അതിന് നമ്മളാരും കൂടെ പോകേണ്ട ചായ? വേണ്ട. പോളിനോടുള്ള റൂബിയുടെ ചോദ്യത്തിന് മറുപടി നൽകിയത് റയാനായിരുന്നു. അതുകൊണ്ട് തന്നെ പോൾ മറുപടിയൊന്നും പറയാതെ കഴിപ്പ് തുടർന്നു. നീ വേഗം ചെന്ന് റെഡിയാവൂ, ഇനി ലേറ്റാവണ്ട. ഇരിക്കാനും എണീറ്റ് പോകാനും വയ്യാത്ത അവസ്ഥയിൽ അരികിലുരുകിയിരിക്കുന്ന പെണ്ണിനെ നോക്കി അവൻ പറഞ്ഞതും അവൾ വേഗം എണീറ്റ് അടുക്കളയിലേക്ക് പോയി. അടുക്കളയിലെ ശൂന്യതയിലേക്ക് കടന്നതും അതുവരെ അടക്കിപ്പിടിച്ചിരുന്ന വേദന ഒരു മലവെള്ള പാച്ചിൽ പോലെ പുറത്തേക്ക് ചാടാൻ വെമ്പിയതറിഞ്ഞ് പ്ലേറ്റ് സിങ്കിലേക്ക് ഇട്ടിട്ട് ആമയോടി പിന്നാമ്പുറത്തെ മുറ്റത്തേക്ക് ഇറങ്ങി. അവിടുത്തെ ചുവരിൽ ചാരി നിന്ന് ശബ്ദം പൊന്താതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ട് അലമുറയിട്ട് കരയുമ്പോഴും താലി കെട്ടിയവന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകളിൽ ഉരുകി ഒലിക്കുകയായിരുന്നു ആ പെണ്ണ്. എങ്ങോട്ടാണാവോ കെട്ടിയൊരുങ്ങി റയാൻ റെഡിയായി താഴേക്ക് പോയതിനു ശേഷം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടിയൊക്കെ ഒന്നുകൂടി ഒതുക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നിൽ നിന്ന് റീജോയുടെ ചോദ്യം കേട്ട് ആമി ഞെട്ടി തിരിഞ്ഞു നോക്കി. തന്നെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് വാതുക്കൾ നിൽക്കുന്നവനെ കണ്ടതും അവളുടെ അടിവയറ്റിൽ നിന്നും ഭയം മുകളിലേക്ക് ഇരച്ചു കയറി. ഒരേ സമയം അവൻ തന്നെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ റയാനെ മറ്റുള്ളവരോ അവൻ ഈ മുറിയിൽ നിൽക്കുന്നത് കണ്ടാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് തുടങ്ങി ഒരുപാട് ചിന്തകൾ അവളുടെ ഭയത്തിന്റെ ആമേറ്റി. എന്താടി അന്തം വിട്ട് നോക്കുന്നേ? നിങ്ങളെന്താ ഈ റൂമിൽ? പുറത്തു പോ, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വയ്ക്കും. ഭയന്ന് വിറച്ചുകൊണ്ടുള്ള അവളുടെ പറച്ചിൽ കേട്ടതും റീജോയുടെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിടർന്നു. നീ ഒച്ച വയ്ക്കടി. ഇനി നീ എത്രയൊക്കെ പരിശുദ്ധ ചമയാൻ ശ്രമിച്ചാലും ഇച്ചായന്റെയും ഈ വീട്ടിലുള്ളവരുടെയും മനസ്സിൽ നിനക്ക് ചാർത്തപ്പെട്ട ഒരു പേരുണ്ട്. അത് മാറത്തില്ലടി. പഠിക്കാൻ വിട്ടപ്പോൾ അത് ചെയ്യാതെ കാമുകന്റെ കൂടെ ശരീരം പങ്കിടാൻ ഇറങ്ങി തിരിച്ച് ഒടുവിൽ കാമുകന്റെ ചേട്ടന്റെ തലയിലായ പെണ്ണ നീ. ഇനി എന്തൊക്കെ ചെയ്താലും നിന്റെ ആ ഇമേജ് മാറത്തില്ലടി. പിന്നെ ഇച്ചായൻ നിന്റെ കഴുത്തിൽ ഈ മിന്നു കെട്ടിയപ്പോൾ ഇപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ പോകുന്നതും ഈ കുടുംബത്തിന്റെ അഭിമാനം കാക്കാൻ മാത്രമാടി. ഈ മിന്ന് നിന്റെ കഴുത്തിൽ കിടക്കുന്ന അത്രയും നാൾ ഈ വീട്ടിൽ കിടന്ന് നീ നരകം കാണും. ചിലപ്പോൾ കുറച്ചു കഴിഞ്ഞ് ഇച്ചായൻ തന്നെ നിന്നെ പോലൊരു ദരിദ്രവാസിയെ ചവിട്ടി പുറത്താക്കുമായിരിക്കും. അങ്ങനെ സംഭവിക്കാൻ നീ ഉള്ളുരുകി പ്രാർത്ഥിച്ചോ, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്കാടി. റീജോയുടെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ ആമയുടെ ഹൃദയം കീറി മുറിക്കാൻ പാകത്തിനുള്ളതായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത വെറുമൊരു വൃത്തികെട്ട പെണ്ണായി ഈ കുടുംബത്തിലുള്ളവരുടെ മുന്നിൽ നിൽക്കാനുള്ള ഇട തനിക്ക് വരുത്തി വെച്ചത് മുന്നിൽ നിൽക്കുന്നവനാണെന്ന് ഓർത്തതും അവനെ കൊന്നുകളയാനായിരുന്നു അവൾക്ക് തോന്നിയത്. ആ പിന്നെ ഇച്ചായൻ കളഞ്ഞാലും നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇച്ചായന്റെ എച്ചിലായാലും നിന്നെ ഞാൻ കളയത്തില്ല. അത്രയ്ക്ക് എന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് നിന്റെ ഈ ശരീരം. സത്യം പറയാമല്ലോ, ഇച്ചായൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ നിരാശ, ഓ അതെന്താണെന്നറിയാമോ ആത്മിക നിനക്ക്? ഒരു മനോരോഗിയെ പോലെ സ്വന്തം തലമുടി അള്ളിപ്പറിച്ചുകൊണ്ട് അവൻ പറയുന്നത് നോക്കി നിൽക്കെ ആമിക്ക് അവനോട് വല്ലാത്ത വെറുപ്പ് തോന്നിപ്പോയിരുന്നു. ഒരേ ഒരു രാത്രിക്ക് ഞാൻ മോഹിച്ച നിന്നെ ഇനി എല്ലാ രാത്രിയിലും റയാൻ ബോൾ കടിച്ചു കുടയുമല്ലോ എന്നോർത്ത് എനിക്ക് ഭ്രാന്ത് പിടിക്കുമായിരുന്നു ആത്മിക. യു നീയല്ലേ എന്റെ ജീവിതം നശിപ്പിച്ചത്. എന്തിനാടോ എന്നോട് ഇങ്ങനെ ചെയ്തത്? സ്നേഹം അവനുവെച്ച് മുന്നിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നീ വിചാരിക്കും പോലൊരു പെണ്ണ് അല്ല ഞാനെന്ന്, എന്നെ വെറുതെ വിടണമെന്ന്. എന്നിട്ടെന്നെ ഇങ്ങനൊരു ദുരിതക്കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് നിനക്കെന്താടാ ദുഷ്ടാ കിട്ടിയത്? ഭ്രാന്തിയെ പോലെ പാഞ്ഞു വന്ന് തന്റെ കോളറിൽ പിടിച്ചുലത്തുന്ന പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോഴും അവളുടെ ഉടലിൽ നിന്ന് വമിക്കുന്ന ഗന്ധം തന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നത് റീജോ അറിഞ്ഞു.